മേട ചൂടിൽ കത്തി എരിയുകയാണ് കേരളം ഇപ്പോൾ. പാലക്കാടിൻ്റെ ചൂടിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. റെക്കോർഡ് ചൂടാണ് ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും കത്തിക്കാളുകയാണ്. ഈ പെരും ചൂടുകാലത്ത് വൈദ്യുതി ഇല്ലാത്ത, വെള്ളമില്ലാത്ത, ശുചിമുറികളില്ലാത്ത വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പാലക്കാട്ടുകാരോടല്ല എൻ്റെ ഈ ചോദ്യം, മറ്റുള്ള ജില്ലകളിൽ താമസിക്കുന്ന ആളുകളോടാണ്. എന്നാൽ കാലങ്ങളായി അങ്ങനെ കഴിയുന്ന 40ഓളം കുടുംബങ്ങളുണ്ട്, ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടു. അധികം ദൂരെയൊന്നുമല്ല കേട്ടോ. പാലക്കാട് കല്ലേപ്പുള്ളിയിലാണ് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ വഴിയോരത്ത് കുടുംബങ്ങൾ കുടിൽ കെട്ടി ഈ മേടച്ചൂടിന് കീഴിൽ താമസിക്കുന്നത്. ഇങ്ങനെ ഇരുട്ടത്തിരുന്നാണ് എന്നും കുട്ടികളുടെ പഠനം. പാലക്കാട്ടെ കൊടും ചൂടത്ത് ഫാനോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥ, ചിന്തിക്കാൻ പോലും പ്രയാസം. രാവിലെ ഏറെ ദൂരം നടന്നു വേണം പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ. ചെറിയ കുട്ടികളെ അടക്കം കൊണ്ട് ഇത്രയും ദൂരം നടന്നുപോയി വരണം. എത്ര ചൂട് കൂടിയാലും വീടിന് പുറത്തിറങ്ങി നിൽക്കുക മാത്രം ചെയ്യാം. ഫാൻ ഒരു വിദൂര സ്വപ്നം മാത്രമാണ് ഇവർക്ക്. ഇവിടെ അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, ബാത്റൂമിൻ്റെ ബുദ്ധിമുട്ട്. രാവിലെ എണീച്ചാൽ അത്രയും ദൂരം പോയിട്ട് വരേണ്ടത്. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ പറ്റുമോ? കറണ്ടും ഇല്ല, ചെറിയ കുട്ടികളെ വെച്ചിട്ട് കാറ്റും ഇല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ വെച്ചിട്ട് വളരെ പ്രശ്നത്തിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഞങ്ങൾ രാവിലെ വൈകുന്നേരം പോയി ചോദിച്ചാൽ അവർ പറയും എല്ലാം ചെയ്തു തരാം പറയും. പക്ഷെ ഒന്നും ചെയ്യുന്നതൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ഇവിടുത്തെ കുടുംബങ്ങൾക്ക് വാഗ്ദാനങ്ങളുമായി പലരും കാണാനെത്തി. ഒന്നും നടക്കില്ലെന്ന് ഇവർക്ക് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കല്ലേപ്പള്ളി ചേരിൽ വന്നിട്ട് നമുക്ക് സ്ഥലം വാങ്ങിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് പൈപ്പ് ലൈനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നിട്ടില്ല. നമുക്ക് ചേരിയിൽ ഒന്നും വേറെ നോക്കുന്നില്ല. റോഡ് ലക്ഷണം മാത്രം പറഞ്ഞില്ലേ, പിന്നെ അതിനും കാര്യങ്ങൾ വന്ന് നോക്കുന്നില്ല. നമുക്ക് റോഡ് സൈഡ് ഇപ്പോൾ കുട്ടിമക്കളൊക്കെ റോഡ് സൈഡ് പോയിക്കൊണ്ടിരിക്കണ്ടേ. വണ്ടിക്കാർ അവിടെ അടിച്ച് മറിച്ചാൽ നമുക്ക് അറിയില്ല. കുട്ടികൾ ഞങ്ങൾ പണിക്കാരാണ്, ഞങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവരാണ്. റോഡ് സൈഡ് കുട്ടിമക്കൾ ഈ പച്ചക്കുടികൾ റോഡ് സൈഡിൽ പോകുമ്പോൾ എങ്ങനെ അറിയില്ല. മെമ്പർമാരൊക്കെ വന്നിട്ട് നല്ല നോക്കിയിട്ട് പോയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം മാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒന്നും കാര്യം ഞങ്ങൾ നടത്തിയിട്ടില്ല. ഒരു ഭൂമി, ഒരു വീട് എന്നീ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ഇവർ കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. അപ്പോഴും നിയമത്തിന്റെ നൂലാമാലകൾ തടസ്സം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും തങ്ങളെ അധികൃതർ പരിഗണിക്കുമെന്ന പ്രതീക്ഷ കോളനി നിവാസികൾക്കുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പ്രതീക്ഷയും ഇല്ലാതെയായി. പിന്നെ വാഗ്ദാനങ്ങൾ, അത് കുറെ കേട്ടുമടുത്തവരാണ് ഇവർ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. വോട്ടെടുപ്പ് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം നീണ്ടുപോയ കാലയളവിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി എത്രയോ ആളുകൾ വീട് കയറി വന്നു. എന്നാൽ കാലങ്ങളായി ഈ വാഗ്ദാനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് കല്ലേപ്പുള്ളിക്കാർക്ക് ഇത്തരം വാഗ്ദാനങ്ങളിൽ വലിയ വിശ്വാസമില്ല. കാരണം വാഗ്ദാനങ്ങൾ വരും പോകും, അവരുടെ ജീവിതം പിന്നെയും ഇങ്ങനെ ദുസ്സഹമായി ബാക്കിയാകും. കാണാം നമുക്ക് ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ. ഒരു വെള്ളത്തിനോ അല്ല കുട്ടികൾ പഠിക്കാനോ ഒരു കറണ്ട് ഇല്ല. വീട്ടിൽ കറണ്ട് ഇല്ലാണ്ട് കുറേ കുട്ടികൾ വെളി റോട്ടിൽ നിന്ന് പഠിക്കുന്നു. ഈ വിളക്ക് വെച്ചിട്ടാണ് പഠിക്കുന്നു കുട്ടികൾ. കുറേ കുട്ടികൾ ഇതുപോലെ ഉണ്ട്. അത് ഈ ചൂടത്ത് കാറ്റില്ലാണ്ട് കുട്ടികൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാം, വേറെ ഒന്നുമില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചെറിയ കുഞ്ഞു വിട്ടിട്ട് പണിക്ക് പോകണം. ഞങ്ങൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ സമയമാകും, വൈകും. റോഡ് സൈഡിരിക്കുമ്പോൾ ആൾക്കാരില്ല അവിടെ. അപ്പോൾ ബാത്റൂം ഇല്ല, കറണ്ട് ഇല്ല, വീട് അത്രയ്ക്ക് ഇതില്ല. ഓട്ടിനൊക്കെ വരല്ലോ. പിന്നെ ഓട്ടൊക്കെ കഴിഞ്ഞ പിന്നെ യാരോ വന്നിട്ട് സംസാരിക്കില്ല, എടുക്കില്ല, അത്രയാണ്.